എന്താണോ എന്താ അല്ല ഞാൻ ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പല ഫ്രണ്ട്സും ചോദിച്ചിരുന്നു, ഒരു വർഷം ഞാൻ ഒരു വർഷത്തെ അവധിക്ക് വേണ്ടി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ പല ഫ്രണ്ട്സും ചോദിച്ചിരുന്നു, ഒരു വർഷം ഞാൻ ഒരു വർഷത്തെ അവധിക്ക് വേണ്ടി നാട്ടിൽ വന്നാണ്, അപ്പം തിരിച്ചു പോയോ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അത്ര ശരിയുള്ള കാര്യമല്ലട്ടാ. റിലയൻസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ മുകേഷ് അംബാനി സാറിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുണ്ട്. അയ്യോ ഞാൻ അത് മറന്നു. സീനിയർ സെക്യൂരിറ്റി മാനേജറായിട്ട് അവിടെ വരുന്നത്. സാർ അതിനുള്ള മറുപടി സാർ കൊടുക്കും, ഞാൻ കൊടുക്കണോ? എടാ ഒന്ന് പറഞ്ഞു കൊടുക്കണോ. അപ്പം അതിനുശേഷം അവിടെയായിരുന്നു 10 വർഷം. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഞാൻ ഇനി ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ലേ. കൂടാതെ ഫിലിം പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയാണ്. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നും ഈ വിജയ് പോലെ ഒരു ഹീറോ നമ്മൾ ഉണ്ടാകണം. ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അടുത്ത 7 കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ഡേറ്റ് ഇല്ലെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമല്ലോ. അപ്പം അതിന് ഞാൻ തന്നെ എന്നെ നായകനായിട്ട് ഫിലിം എടുക്കുന്നതായിരിക്കും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതായത് സരോജ് കുമാറിനെ വെച്ച് മറ്റുള്ളവർ മാത്രം കാശുണ്ടാക്കിയാൽ പോരല്ലോ. മാത്രമല്ല 7 കൊല്ലം കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കിഴങ്ങനും ഞാൻ ഡേറ്റും കൊടുക്കില്ല. സരോജ് പച്ചാളം പ്രൊഡക്ഷൻസ് കമ്പൈൻഡ് ആയി പടങ്ങൾ നിർമ്മിക്കും, വിതരണം ചെയ്യും, കാശും വലിയ വിജയത്തിന് കാണുമല്ലോ. നമ്മുടെ പറ്റുന്ന ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിൻ്റെ വിജയം പടം വിജയിക്കും. ഈ പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂല് കൊണ്ടടിക്കാൻ. ഫാൻസുകാരോട് പറ ആ ഫ്ലക്സിലെല്ലാം ചാണകം വെള്ളം ഒഴിക്കാൻ. അതിന് ഇതിന് മാത്രം ചാണകം ഇടുന്ന അതെന്താ കേരളത്തിലെ പശുക്കളൊന്നും ഇപ്പൊ ചാണകം ഇടുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ പടം ഇറങ്ങിയാൽ വിജയിക്കും, അല്ല നിങ്ങൾ കാണും? ഇങ്ങനെ വേണം ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആൾ വേണ്ടേ? വട്ടവിളയും താനൂർ അബ്ദുള്ളയും സ്റ്റേജിൽ കയറുമ്പോൾ നിർത്താതെ കൂവാനും അത് വേണം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു പടം എടുക്കാൻ. എടോ താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം. അതിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം ഇങ്ങ് പോരും. മേക്കപ്പ് ഇട്ടാ പോലും രായപ്പിന് നല്ല പ്രായം തോന്നുന്നുണ്ട്, ചുളിവും വീണിട്ടുണ്ട്. എന്തോ ചെയ്യുമെന്ന് പറ. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.